Okay, so നമുക്ക് next question. Find the Fourier transform of f of x is equal to 1 minus x square for mod x less than or equal to 1, 0 for mod x greater than 1. And hence evaluate integral 0 to infinity x cos x minus sin x by x cube into cos x by 2 dx. ഓക്കെ, അപ്പം നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫറെൻ്റ് ആണ്. എന്ത് ചെയ്യുക, ആദ്യം ഈ എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കാണണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുക്കും. അതിനുശേഷം ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കാണണം. അതിനുശേഷം ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, അതായത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഫോർമുല, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൈനസ് ഇൻഫിനിറ്റി ടു -1, ഇത് -1 ആണ്. മൈനസ് ഇൻഫിനിറ്റി ടു -1, ദെൻ -1 to 1, ദെൻ 1 to infinity. കണ്ടോ, മൈനസ് ഇൻഫിനിറ്റി ടു -1, -1 to 1, 1 to infinity, അങ്ങനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ്, -1 ഇൻ ബിറ്റ്വീൻ -1 and 1 ഫംഗ്ഷൻ വാല്യൂ 1 minus x square. ബാക്കി 2 സ്ഥലത്തും എഫ് ഓഫ് എക്സ് എന്ത് വരും, 0 വരും. അപ്പോൾ നമ്മൾ ഇത് മാത്രം ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ, കാരണം ഇവിടെയും 0 ഇതും 0 അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 minus x square e raised to x by is minus 2x e raised to isx by is the whole square plus minus 2 e raised to isx by is the whole cube. ഇതെങ്ങനെയാണ് കിട്ടുന്നത്, നമ്മളിതിനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് റൂൾ യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യും. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇൻ്റഗ്രൽ -1 to 1, 1 minus x square e raised to isx. ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് എടുത്താൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, -2x എന്നല്ലേ. ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. ഓക്കെ, ഇനി 1 minus x square e raised to isx by is പ്ലസ് ഈ 2 ഞാൻ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇനി ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു isx by is. വീണ്ടും അവിടെ എന്ത് വന്നു, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വന്നു അല്ലേ. അപ്പോൾ ഇതങ്ങനെ തന്നെ എഴുതിയിട്ട് ഇവിടെ ഈ is ഞാൻ പുറത്തേക്ക് എടുത്തു. ഇവിടെ എന്ത് ചെയ്യാണ്, ഇനി ഇവിടെ ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. പിന്നെ എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഈ is എന്താണ്, ഈ ഇ റേസ് ടു isxൻ്റെ ഇൻ്റഗ്രൽ ഞാൻ പിന്നെ എടുത്തതാണ്. ഓക്കെ, ഇവിടുത്തെ is ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ഇൻ്റഗ്രൽ -1 to 1 x ഇൻറ്റു ഇ റേസ് ടു isx dx. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു അതിൻ്റെ ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ is ഇങ്ങോട്ടേക്ക് വരും. ഇനി നമുക്കിവിടെ എന്താണ്, ഇവിടെ ഒരു ഇൻ്റഗ്രലും കൂടെ ഉണ്ട് അല്ലേ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പിന്നെയും നമുക്കൊരു is കൂടെ ഇവിടെ കിട്ടും. അപ്പോൾ is സ്ക്വയർ ആവും. അങ്ങനെ ഇത് ഇങ്ങനെ തന്നെ എഴുതി, ഈ is ഇൻറ്റു is ആണ് ഇവിടെ is സ്ക്വയർ ആയത്. ഈ is ഇൻറ്റു isഉം പിന്നെ എന്തുണ്ട് ഡിനോമിനേറ്ററിൽ, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു isഉം കൂടെ കിട്ടില്ലേ, അതെല്ലാം ചേർത്തിട്ട് is ക്യൂബ് ആവും. ഇനി എന്ത് ചെയ്യാം, നമുക്കിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 ഇത് ഇവിടെ എന്താണ്, ഇവിടെ 1 കൊടുത്താലും -1 കൊടുത്താലും 1 minus -1 സ്ക്വയർ എന്ത് കൊടുത്താലും ഈ ടേം എന്തായി മാറും, 0 ആയിട്ട് മാറും. ഇനി ഇവിടെ എന്ത് കൊടുക്കുക, എക്സിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം. ഇവിടെ അതുപോലെ എക്സിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും, ഇവിടെ എക്സിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം. ഓക്കെ, നമ്മളത് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, എല്ലാം കൊടുത്തിങ്ങനെ എഴുതി. അതിനുശേഷം നമുക്കറിയാം i സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, -1 ആണല്ലേ. അപ്പോൾ ഇവിടെ i സ്ക്വയറിന് വരെ മൈനസ് കൊടുക്കുക. i ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -i ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ -iയും കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്തു, -2 ഇവിടുത്തെ മൈനസ്, ഇവിടെ -s സ്ക്വയർ ആയിരുന്നില്ല, അതിന് ഞാൻ മേലേക്ക് കൊടുത്തു. അതുപോലെ ഇവിടെ -i ഉണ്ടായിരുന്നത്, ആ നെഗറ്റീവും ഞാനിവിടെ മേലേക്ക് കൊടുത്തു. അപ്പോൾ നമുക്കിത് നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ e raised to
ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ എസ് ആ ഒരു ഫോർമാറ്റിലേക്കായല്ലോ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2s cos s ബൈ എസ് ക്യൂബ്. മേലേക്കും താഴേക്കും ഒരു എസ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. കാരണം ഇത് ത്രൂ ഔട്ട് ദി ഡിനോമിനേറ്റർ സെയിം ആക്കുക, ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ആയിട്ട് എസ് ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇനി എന്താണ് ഇവിടെ ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ ഇസഡിനെ നമുക്ക് കോസ് എസ് എന്നല്ലേ എഴുതാൻ പറ്റും. അതുപോലെ ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ ഐ വന്നു കഴിഞ്ഞാൽ അത് സൈൻ ആകും. അപ്പോൾ ഈ ദിസ് ഇസ് ഈക്വൽ ടു -2 ഇവിടെ 2 കോമൺ ആയിട്ട് പുറത്തെടുത്തു, ബാക്കി ഇത്രയും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോം -4/s³ എസ് കോസ് എസ് മൈനസ് സൈൻ എസ് എന്ന് കിട്ടി. ഇനി ഇൻവേർഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ എഴുതിയതുപോലെ തന്നെ 1/2π (-∞ to f(s) × e raised to -isx dx. ഇതാണ് ഇൻവേർഷൻ ഫോർമുല. ഇവിടെ നമ്മുടെ f(s)ന് പകരം നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ വാല്യൂ കൊടുക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു f(x) വാല്യൂ ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ടല്ലോ, ഇതാണ്. ഇനി ഞാനിവിടെ എന്ത് എടുക്കുകയാണ്? x is equal to 1/2 എന്ന് കൊടുക്കുകയാണ്. എന്താണ്? x is equal to 1/2 എന്ന് കൊടുത്തു. അപ്പോൾ -1/2π (-∞ to 4/s³ s × cos s മൈനസ് സൈൻ എസ്. ഈ സംഭവം ഈക്വൽ ടു എന്താണ്? എക്സിൻ്റെ സ്ഥാനത്തെല്ലാം 1/2 കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു 3/4. 3/4 എങ്ങനെയാണ് വന്നത്? നമ്മളിവിടെ എക്സിന് 1/4 കൊടുത്തില്ലേ, അപ്പോൾ എക്സിന് 1/2 എന്നല്ലേ നമ്മൾ കൊടുത്തത്. സോ 1 - 1/2 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 - 1/4 ഈക്വൽ ടു 3/4. അങ്ങനെയാണ് ഈ 3/4 വന്നത്. എങ്ങനെയാണ് 3/4 വന്നത്? ഈ f(x)ൻ്റെ വാല്യൂവിൽ എക്സിന് പകരം ഞാൻ 1/2 കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ 3/4 വന്നത്. എന്നിട്ട് ബാക്കി നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഈ 2π അങ്ങോട്ടേക്ക് പോകുമ്പോൾ 2π അങ്ങോട്ടേക്ക് പോയാൽ -3π/8 വരും. എന്താണ് ഇതിൻ്റെ വാല്യൂ അല്ലേ നമുക്ക് വേണ്ടത്? ഇൻ്റഗ്രൽ 0 to ∞ അല്ലേ വേണ്ടത്. അപ്പം -∞ to ∞ ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിൻ്റെ ഹാഫ് എടുക്കുമ്പോഴത്തേക്കും, അതായത് ഇതിൻ്റെ ഇൻ്റഗ്രൽ, ഇത് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ -3π/8 ഡിവൈഡഡ് ബൈ 2. ആ ഡിവൈഡഡ് ബൈ 2 ആണ് ഇവിടെ ഇൻറ്റു 2 ആയ 16 ആയിട്ട് മാറുന്നത്. സോ ദിസ് ഇസ് ദി ആൻസർ ഫോർ ദി ഇൻ്റഗ്രൽ. ഓക്കെ.